എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബീഫ് ഫ്രൈ ആണ്. മസാലയിൽ പൊതിഞ്ഞൊരു ബീഫ് ഫ്രൈ ആണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി 1 ടീസ്പൂൺ ചതച്ചത്, വെളുത്തുള്ളി 1 ടീസ്പൂൺ ചതച്ചത്, കറിവേപ്പില, പിന്നെ 1 പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വെള്ളത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീഫിൽ പൊതിയാം. ഇങ്ങനെയുള്ള ബീഫ് നമുക്ക് 10 മുതൽ അരമണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാ മസാലകളും ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ബീഫ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് പ്രഷർ കുക്കറിൽ 75%, അതായത് 3/4 വേവ് വെന്ത് കിട്ടിയാൽ മതി. അതിന് വേണ്ടി ഒരു 6-7 വിസിൽ വരേണ്ടി വരും. ഇനി ഇതിനാവശ്യമായ മസാലകൾ: 2 മീഡിയം സൈസ് സവാള, തക്കാളി 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇനി ഡെക്കറേഷന് വേണ്ടി ഞാൻ ഒരല്പം നേരിയതായിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ ഓപ്ഷണലാണ്. ക്യാപ്സിക്കം, 2 കളറിലെ ക്യാപ്സിക്കവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വറുത്ത് കോരയാണ്. അത് ഡെക്കറേഷൻ ഓപ്ഷണലാണ്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല വാട്ടിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായി 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, പച്ചമുളക്, ഇതെല്ലാം ഈ മസാലയിലൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി 1/4 ടീസ്പൂൺ വീതം നമ്മൾ ചതച്ചെടുത്തത്. ഇതൊക്കെ മസാലയ്ക്കൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ ആ ബീഫ് 3/4 വെന്ത ബീഫ് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ മസാലയിൽ ബീഫ് ഒന്ന് പൊതിഞ്ഞ് വരും. രണ്ടാമത്തത്, ഉള്ളി ഒന്ന് സോഫ്റ്റൻ ആവുകയും ചെയ്യും. ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ ബീഫൊക്കെ ഈ മസാലയിൽ പൊതിഞ്ഞ് വരും. ഇനി നമുക്ക് ഒരു തക്കാളി ചേർക്കണം. ഞാനിവിടെ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത തക്കാളിയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് അരിഞ്ഞും ഇടാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റേജ് ഇങ്ങനെയാണ്. കുറച്ച് എണ്ണയും കൂടെ ഇട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇനി മൂടി വെച്ച് മൂടണ്ട, തുറന്നിട്ട് തന്നെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ 20 മുതൽ 25 മിനിറ്റ് വരെ ആകുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ലൊരു മസാലയിൽ പൊതിഞ്ഞ ബീഫ് റോസ്റ്റ് കിട്ടും. നാരങ്ങ ഇനി വേണമെങ്കിൽ ചേർക്കാം. ഓപ്ഷനിലാണ് നാരങ്ങ. 1 ടേബിൾ സ്പൂൺ നാരങ്ങയും കൂടെ ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്.